വളരെ ആനന്ദകരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണില്ലേ. ബിരിയാണിയാണ്, പാലല്ല. അടുത്തത് നിങ്ങൾക്ക് തന്നൊരു പാട്ടുകടലാസ് കണ്ടോ? ആ പാട്ടുകടലാസിൽ ആദ്യത്തെ 2-3 പാട്ടുകളൊക്കെ നമുക്ക് പരിചയമുള്ള പാട്ടുകളൊക്കെയാണ്. പിന്നത്തെ പാട്ട് ചുമ്മാ സങ്കീർത്തനം അച്ചടിച്ച് വെച്ചേക്കാണ് ഇല്ലേ. ഈ സങ്കീർത്തനങ്ങളായിരിക്കും നമ്മുടെ ഈ ധ്യാനത്തിലെ പ്രധാന ഒരു അട്രാക്ഷൻ, നമ്മൾ പാടാൻ പോകുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ പാട്ടുകളൊക്കെ കുറേ ഇങ്ങനെ എഴുതി. ഇപ്പോൾ ആത്മാവ് പരിശുദ്ധാത്മാവ്, കുരിശിൽ നിന്ന് ഞാൻ സ്വരം കേട്ടു, എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു. അതൊക്കെ ഇവിടെ പാലക്കാട് മൈതാനത്തിൽ നമ്മൾ പാടിയപ്പോൾ അച്ചോ ഓർക്കണ്ടോ? ഹിന്ദുക്കൾ വന്നിട്ട് ബാലുണ്ടാക്കാൻ തുടങ്ങി. അതെങ്ങനെയാ ക്രിസ്തു എല്ലാവരിലും ഉണ്ടെന്ന് പറയണതെന്ന്? അത് പാടാൻ പാടില്ല. ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ വിശ്വാസം. എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു. അതൊക്കെ പാടി നമ്മൾ. എനിവേ, അപ്പം ഇങ്ങനെ കുറേ പാട്ടൊക്കെ എഴുതിയപ്പോൾ എനിക്ക് വലിയ പേരായി. എൻ്റെ പാട്ടെഴുത്തുകാരനാണ്. ചിലർ കുറ്റം പറയാറുണ്ട്, എന്തെന്ന് പാട്ട്, ഇത് ചുമ്മാ കുറച്ച് വചനം എഴുതി വെച്ചേക്കണമെന്ന് പറഞ്ഞു. എന്തും ആയിക്കൊള്ളട്ടെ, ഈ ശുശ്രൂഷയിൽ ഈ പാട്ട് വളരെ നന്നായിട്ട് അങ്ങ് പോകുമ്പോൾ അടുത്തൊരു കാസറ്റ് എഴുതാമെന്ന് വിചാരിച്ച് ഞാൻ എഴുതാമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് എഴുതണം. അപ്പോൾ കർത്താവ് പറയാണ്, ഇനി നീ എഴുതണ്ട, ഇനി നീ പാട്ടൊന്നും എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പ്രയാസം തോന്നി. എങ്കിലും കർത്താവല്ലേ പറഞ്ഞത്. കർത്താവ് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നന്മയ്ക്കായിട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ കടലാസും പേനയൊക്കെ മാറ്റി വെച്ചു. ഇനി എന്താ എന്നിട്ട് പറയാണ്, ഒരു ചെറിയ മന്ദഹാസത്തോടെ പറയാണ്, ഞാൻ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഈശോ പറയാണ്, ഞാൻ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അതെന്താ നിങ്ങൾ പാടാത്തെ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഈ സങ്കീർത്തനങ്ങളെല്ലാം കുഞ്ഞുനാൾ മുതലേ ഈശോ എല്ലാ ദിവസവും പാടാറുള്ളതായിരുന്നു. എല്ലാ ദിവസവും ഈശോ എല്ലാ ദിവസവും പാടാറുള്ള ഈശോയുടെ പ്രാർത്ഥനയും ഈശോയുടെ ജീവിതത്തിൻ്റെ താളം തന്നെയായിരുന്നു. ഈശോയുടെ ജീവിതത്തിൻ്റെ താളം. മാതാവും ഔസപിതാവും പ്രത്യേകിച്ചും എന്നല്ല, ഇസ്രായേൽ ജനം മുഴുവനും എല്ലാ ദിവസവും സങ്കീർത്തനങ്ങൾ പാടുമായിരുന്നു. അപ്പോൾ എന്നോട് പറയാണ്, ഈ സങ്കീർത്തനങ്ങൾ പഠിച്ച് അതിനെ വ്യാഖ്യാനിച്ച് അത് പാടണം. അങ്ങനെ ഞാൻ സങ്കീർത്തനങ്ങൾ പഠിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ദൈവമേ, അപ്പോഴാണ് മനസ്സിലായത്, അപ്പോഴാണ് മനസ്സിലായത് എനിക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോഴാണ് മനസ്സിലായത് എനിക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. സത്യം. ഇതിപ്പോൾ നിങ്ങൾക്കും മനസ്സിലാകാൻ പോവുകയാണ് 2 ദിവസം കൊണ്ട്. അന്ന് വരെ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഞാൻ എന്തോരം അച്ഛന്മാരെ ധ്യാനിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? പക്ഷെ അന്നൊന്നും ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ആഴമായ ഒരു ബോധ്യം എനിക്കുണ്ടായില്ല. സങ്കീർത്തനങ്ങളിലാണ് ക്രിസ്റ്റോളജി, ക്രിസ്തു ചരിത്രം, ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്ന് പാടിയത് അല്ലെങ്കിൽ പറഞ്ഞത് മുഴുവനും സങ്കീർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് ഈശോ എമ്മാവൂസിലേക്ക് പോയ അപ്പോസ്തലന്മാരോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ പറഞ്ഞത്, എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഈ 150 സങ്കീർത്തനങ്ങളും അതിലെ പ്രധാന കഥാപാത്രം കർത്താവ് ഈശോ മിശിഹാ തന്നെയാണ്. 150 സങ്കീർത്തനങ്ങളിലും ഈശോയെക്കുറിച്ചാണ്. എളുപ്പം പറയുകയാണെങ്കിൽ നമ്മളുടെ കുർബാന പുസ്തകത്തിൽ കാലത്തിനനുസരിച്ചുള്ള സങ്കീർത്തനം എന്ന് പറയുന്നുണ്ട് ഇല്ലേ. കാലത്തിനനുസരിച്ചുള്ള സങ്കീർത്തനം പാടുക, മർമീസ.
അപ്പൊ കാലത്തിനനുസരിച്ചുള്ള സങ്കീർത്തനം യേശുക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരുന്നു എങ്കിൽ യേശുക്രിസ്തുവിന് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടത് ഇന്ന് നമ്മൾ കാലത്തിനനുസരിച്ച് പാടുന്നു എന്ന് പറഞ്ഞാൽ ഈ മിശിഹ രഹസ്യത്തിലെ ഓരോ സംഭവങ്ങളും അന്നേ തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതും അതിൻ്റെ വേണ്ടി മധ്യസ്ഥം വഹിച്ച് പാടിയിട്ടുള്ളവരുമായിരുന്നു അത്. ഇപ്പൊ ഉദാഹരണത്തിന് 22-ാം സങ്കീർത്തനത്തിൽ 15-16 വചനത്തിൽ പറയാണ് 16 അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു എന്ന് ഈ സംഭവത്തിന് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം മുഴുവനും ഇത് പാടിയിട്ടുണ്ട്. ആരെക്കുറിച്ചായിരിക്കാം അവരിത് പാടിയിട്ടുള്ളത്? അന്ന് അവർക്ക് യാതൊരു ഐഡിയയുമില്ല. ഒരുപക്ഷെ കുറേ പേർക്ക് അറിയാമായിരുന്നു ഒരു രാജാവ് വരും, അല്ലെങ്കിൽ ഒരു രക്ഷകൻ വരും. പക്ഷേ മാതാവും ഔസേപ്പിതാവും ഇത് പാടിയിട്ടുണ്ട്. സർവോപരി കർത്താവ് ഈശോ മിശിഹ ഇത് എല്ലാ ദിവസവും പാടിയിട്ടുള്ളപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു? കർത്താവ് ഈശോ മിശിഹ ഇത് രാവിലെ എഴുന്നേറ്റ് പാടുകയാണ്. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും. ഉടനെ യേശുവിന് കയ്യിലും കാലിലും വേദന എടുക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? ഉണ്ടോ? പിതാവേ, ഈ പാനപാത്രം. ഓക്കെ, അപ്പോൾ അന്നേ മുതലേ ഈശോ ഓരോ ദിവസവും ഇതൊന്ന് വേഗം സംഭവിച്ചിരുന്നെങ്കിൽ അവസാനം 33 വയസ്സ് കഴിയാറായപ്പോൾ ആ കുരിശ് കൊണ്ടുവന്നപ്പോൾ ഇതാ ഇപ്പോൾ ഈ വചനം പൂർത്തിയാകാൻ പോവുകയാണ്. അപ്പോൾ ഒരാൾ ആണിയും കൊട്ടോടിയായിട്ട് വരണ കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ്, 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന അത് ഇപ്പോൾ പൂർത്തിയാകാൻ പോവുകയാണ്. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, അവരെൻ്റെ വസ്ത്രങ്ങൾക്ക് ചിട്ടിയിടും. ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ സങ്കീർത്തനങ്ങളിലെ ഓരോ സങ്കീർത്തനങ്ങളിലെയും ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തു രഹസ്യം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ചില സങ്കീർത്തനങ്ങൾ അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കി തരാം. എന്നിട്ടത് പാടുമ്പോൾ നമ്മൾ ഈശോയോടൊപ്പമാണ് പാടുന്നത്. മാതാവിനോട് ഔസേപ്പിതാവിനോടും ഒപ്പമാണ് പാടുന്നത്. സഭയിലെ സകല വിശുദ്ധരോടും ഒപ്പമാണ് പാടുന്നത്. അതൊരു അവാച്യമായ ഒരു അനുഭവമായിരിക്കും. ഉദാഹരണത്തിന്, കർത്താവാണ് ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ഈശോയെക്കുറിച്ചാണ്. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിൻ്റെ എല്ലാം അർത്ഥം, ഇടയൻ എന്നത് ഈ വരാനിരിക്കുന്ന ഈശോ തന്നെയാണ്. ആ ഈശോ തന്നിലൂടെ ഇടയത്വം മാർപ്പാപ്പയ്ക്ക്, ബിഷപ്പിന്, അച്ഛന്മാർക്ക് എന്നുമല്ല, സഭയിലെ ഓരോരുത്തർക്കും ആ ഇടയൻ്റെ ആ ഒരു അഭിഷേകം കൊടുക്കുന്നു. ആ ഇടയൻ ആദ്യം എന്താ ചെയ്യുന്നത്? പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഈ സങ്കീർത്തനങ്ങൾ മുഴുവനും പ്രതീകങ്ങളാണ്. ഇടയൻ പ്രതീകം ഇല്ലേ?
പച്ചയായ പുൽത്തകടി പ്രതീകം, ജലാശയം പ്രതീകം, ഊന്നുവടി ദണ്ഡ് പ്രതീകം. എല്ലാ വാക്കുകളും പ്രതീകങ്ങളാണ്. ഈ പ്രതീകങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്തർത്ഥമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള ഒരുപാട് പേര് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ സങ്കീർത്തനങ്ങളുടെ പരമ്പരയെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പോപ്പ് ബെനഡിക്റ്റ് മാർപ്പാപ്പ അത് തുടർന്ന് എഴുതിയിട്ടുണ്ട്. പോപ്പ് ബെനഡിക്റ്റിൻ്റെ വ്യാഖ്യാനം ഇതായിരുന്നു: പച്ചപ്പുല്ല് അവിടെ പറയുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ്. യേശു ആകുന്ന ഇടയൻ ഓരോ ആട്ടുംകുഞ്ഞുങ്ങളെയും, അതായത് നമ്മളാകുന്ന ഓരോ ആത്മാക്കളെയും ആദ്യം എല്ലാ ദിവസവും എപ്പോഴും കൊണ്ടുപോകുന്ന പച്ചപ്പുല്ല് നിത്യജീവൻ്റെ വചനമാകുന്നു. ആ വചനം അവരെ ഭക്ഷിപ്പിക്കും. ഇതാണ് നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. നമ്മൾ ഓരോ വിശ്വാസിയും കുഞ്ഞുനാൾ മുതൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? പച്ചപ്പുല്ല്, വചനം. അതോടൊപ്പം അടുത്തത് എന്താണ്? പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പ്രശാന്തമായ ജലാശയം പരിശുദ്ധാത്മാവാണ്. അളവില്ലാത്ത രീതിയിൽ നമ്മളിലേക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ്, ജീവജലത്തിൻ്റെ അരുവി. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് പാടുമ്പോൾ തന്നെ ഭയങ്കര അഭിഷേകമാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഇടയൻ നമ്മൾ ആടുകൾ ഇടയൻ പറയണത് കേട്ട് പോയാൽ മതി. നമ്മുടെ പ്രശ്നം നമ്മൾ ഇടയനോട് പറയുകയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടോ, എന്നെ ഇങ്ങോട്ട് കൊണ്ടോ എന്നൊക്കെ. അതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്താ, ഈ ഇടയൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. അത് നമുക്കൊരു ഉറപ്പാണ്. ഈ ഇടയൻ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ വടി കുത്തി കുത്തി നടക്കുള്ളൂ. എന്തിനാണ്? അവിടെ എന്തെങ്കിലും ഒരു കുഴിയുണ്ടോ, ഒരളയുണ്ടോ, അതൊക്കെ ഉടനെ ഇടയന് മനസ്സിലാകും. അപകടമുണ്ടോ, അവിടെ ഒരു പാമ്പ് പൊത്തി വരുന്നു, അപ്പോൾ ഉടനെ ഇടയൻ ടക്ക് ആ വടി വെച്ച് 2 കൊട്ട് കൊടുത്ത് അതിനെ അകറ്റും. അപ്പോൾ ഈ ഊന്നുവടി ദണ്ഡായിട്ടും ഉപയോഗിക്കും, വടിയായിട്ട് ഉപയോഗിക്കും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതിൻ്റെ പ്രതീകങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഇന്ന മാർഗത്തിലൂടെ പോവുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നീ പോകരുത്, അവിടെ അപകടമാണ്, അവിടെ തിന്മയുടെ ഉണ്ട്, അതിൽ വീഴരുത്. അത് ഈ പരിശുദ്ധാത്മാവ് തൻ്റെ ഊന്നുവടി ദണ്ഡും ഉപയോഗിച്ച് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ഇനി വായിക്കൂ, പാടൂ. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. അടുത്തത്, എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ. അപ്പോൾ ഇത്രയും സൂചനകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ആ സങ്കീർത്തനം പാടുമ്പോൾ അത് വലിയ അനുഭവമായിരിക്കും. അങ്ങനെ ഏതാനും സങ്കീർത്തനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ ആദ്യം അതൊരു പ്രാവശ്യം മുഴുവനും വായിച്ചിട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കാണണം. ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ഇപ്പോൾ നമ്മൾ 22-ാം സങ്കീർത്തനത്തിൽ കണ്ടില്ല എന്ന പോലെ എല്ലാ സങ്കീർത്തനങ്ങളിലും ഉണ്ട്. അതിനുശേഷം അതിൽ നിന്ന്, ആ വചനത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്യണം എന്താണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിജ്ഞാനീയം. അത് നമ്മൾ അനുഭവ തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിനോടൊപ്പം അത് നമ്മൾ പാടണം.
പ്രൈസ് ദി ലോർഡ്. തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. ബിനോയ് അച്ഛൻ വരാം, എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കാം. നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിച്ച് ഒരു പ്രാർത്ഥനയോടെ നമ്മൾ അവസാനിപ്പിക്കും. അതിനുശേഷം രാത്രി മുഴുവനും ആരാധന ഇവിടെ നടക്കും. നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് നിർബന്ധമില്ല, 1 മണിക്കൂറെങ്കിലും ഇവിടെ ഇരുന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് വരണം. രാത്രിയിൽ 1 മണിക്കൂർ. അപ്പോൾ അതിൻ്റെ സമയം നിങ്ങൾ കണക്കാക്ക്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് പോണേക്ക് മുമ്പ് ഞാൻ ചോദിക്കും. ചിലർ 10 മുതൽ 11, 11 മുതൽ 12, 12 മുതൽ 1, ഇങ്ങനെ 1 മണിക്കൂർ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമാണ് യോജിച്ചത് അതനുസരിച്ച് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈശോൻ്റെ അടുത്ത് ഇരിക്കണം. ഈശോ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ചുമ്മാ സ്വീകരിക്കുക. നിങ്ങൾ ഈശോൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇന്ന് അതൊരു എക്സ്പീരിയൻസിലേക്ക് വരണം. ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ സ്വീകരിക്കുന്നു. വേറെ ഒന്നും പറയണ്ട, നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ്. നാളെ രാവിലെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ, എനിക്കറിയില്ല സാധാരണ ധ്യാനം ഇവിടെ എങ്ങനെയാണെന്ന്. നമ്മളൊരു 5:30 വന്നൂടെ? 5:30 വരാലോ അല്ലേ? 5:30 നമ്മൾ റംസാ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ചില പ്രാർത്ഥനകൾ 5:30 ഓക്കെ. അച്ഛനോടെ 5:30. അപ്പോൾ ഇതാണ് നമ്മളുടെ ജനറൽ പ്രോഗ്രാം. എന്നിട്ട് നാളെ വൈകുന്നേരം വരെ നല്ല ഭക്ഷണം തരാം. നിങ്ങൾ കൂടുതലായിട്ട് ഞാൻ ബാക്കി കാര്യം അടുത്ത് ഊണ് കഴിച്ച് വരുമ്പോൾ ഞാൻ പറയാം. താങ്ക് യു.